ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എക്ത അനിൽകുമാർ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഞാനും എൻ്റെ കസിൻസും കൂടെ ഒരു കുട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവാണ് കേട്ടോ. നമ്മൾ തലേദിവസം പെട്ടെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. നമ്മുടെ കോഴിക്കോടിൻ്റെ പുണ്യ സ്ഥലമായ കരിയാത്തമ്പാറ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു ടൂ വീലറിലും ഒരു കാറിലും ആയിട്ട് നമ്മൾ 7 പേരാണ് പോയത്. അപ്പം ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ പോകുന്ന വഴിക്ക് ഏകദേശം കരിയാത്തമ്പാറ എത്താറായപ്പം കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് മാറിയിരുന്നു. കാരണം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ചുകൂടെ സുഖം അവിടെയാണല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം കരിയാത്തമ്പാറ എത്താറായി. നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാവരും മസ്റ്റായിട്ട്, കോഴിക്കോടുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കരിയാത്തമ്പാറ എത്താറായപ്പം ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കരിയാത്തമ്പാറയുടെ ഒരു വ്യൂ ആണത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുമ്പം നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. പലരും നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങൾ കാണാണ്ട് പുറം രാജ്യങ്ങളും വേറെ സംസ്ഥാനങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളും നമ്മൾ കാണണം, കാണരുത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലത്തെ വളരെ മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അതൊന്നും നമ്മുടെ കണ്ണിൽ പെടാതിരിക്കരുത്. നമ്മൾ ഒരു വട്ടമെങ്കിലും എന്തായാലും പോയിരിക്കണം. അതുപോലെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വരുമ്പോൾ ഒക്കെ അവരെയൊക്കെ കൂട്ടി ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ കരിയാത്തമ്പാറ എത്തിയപ്പം നമ്മുടെ പ്ലാനിങ് ചെറുതായിട്ടൊന്ന് മാറ്റി. നമ്മൾ ഇവിടുന്ന് 14 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് കക്കയം ഡാം എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ കരുതി ഒന്ന് കക്കയം ഡാം പോയിട്ട് വരാം. ഒരു 5 മണി വരെ അവിടെ നമുക്ക് എൻട്രി ഉള്ളൂ, അത് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല. അപ്പം ഈ കരിയാത്തമ്പാറ ആണെങ്കിൽ നമുക്കങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. അങ്ങനെ കക്കയം ഡാം കയറിയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെയും ഈ ഒരു കരിയാത്തമ്പാറയും കക്കയം ഡാമിലൊക്കെ പോകുമ്പം ഒട്ടും റേഞ്ച് ഉണ്ടാവില്ല, ഫോണിൽ ഒരിക്കലും റേഞ്ച് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒരിക്കലും ഈ ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് വിചാരിച്ച് കയ്യിൽ പൈസ കരുതാതിരിക്കരുത്. എപ്പോഴും കയ്യിൽ ലിക്വിഡ് മണി ഉണ്ടാവുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ റെസ്റ്റോറൻറ്റ്സ് കുറവായിരിക്കും, അപ്പം പറ്റുന്നതും നമുക്ക് ഫുഡൊക്കെ പാഴ്സൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ റേഞ്ചുള്ള ഫോണും കൊണ്ട് ഇങ്ങനെ അത് നോക്കി നടക്കും. ആകെ നമുക്ക് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു കാര്യമല്ലാതെ വേറെ ഒന്നും ആ ഫോണും കൊണ്ട് ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ചുരം കയറിയിട്ടാണ് കക്കയം ഡാമിലേക്ക് പോവുക. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂസാണ് ഫുൾ ഉള്ളത്. കുറേ വാട്ടർഫോൾസ് ഉണ്ട്, പിന്നെ നല്ല നല്ല അരുവികളുണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാം നമുക്ക് ആസ്വദിച്ചിരുന്ന് നമുക്ക് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കണം. ഇത് നമ്മൾ കക്കയം ഡാമിലേക്കുള്ളതല്ല, ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഡാമിൻ്റെ അവിടെ വരെ നമുക്ക് പോകാനുള്ള ടിക്കറ്റാണ് കേട്ടോ. അവിടുന്ന് ഡാമിൻ്റെ എൻട്രൻസ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും അങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ വേറെ എടുക്കണം. അപ്പം നമ്മളിവിടെ ഇറങ്ങിയ ചേച്ചിമാരുടെ അടുത്ത് ഫുഡ് എവിടെ നിന്ന് കഴിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. നമ്മൾ ഇവിടെ എത്തിയപ്പം ഏകദേശം ഒരു 2:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് അടുത്ത് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം നോക്കി ഫുഡൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് മുന്നോട്ട് പോയ ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ നിന്നാണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല സുഖമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇത് അട്ട, ഞാൻ ആദ്യമായിട്ടാണ് അട്ടനെ നേരിട്ട് കാണുന്നത്. അപ്പം ഈ സാധനം നമ്മളെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറേ കടിച്ചായിരുന്നു. കാരണം മഴയുള്ള ടൈമിന് പോയാൽ അട്ടയുടെ കടി നന്നായിട്ട് കൊള്ളും. അതുപോലെ തന്നെ ഒരുപാട് പേര് അട്ടേനെ ഒരു കുപ്പിക്കകത്തായിട്ട് കളക്ട് ചെയ്ത് പോകുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നു ഓരോ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. കാരണം അട്ട നമ്മുടെ ചീത്ത ബ്ലഡ് മാത്രമേ കുടിക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. നല്ല ബ്ലഡ് എടുക്കില്ല. അപ്പം ആ ഒരു ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയുന്നത് ഇടയ്ക്ക് അട്ടയുടെ കടി കൊണ്ടല്ല പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചിലർക്ക് നല്ല പേടിയാവും. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാമ്പിനെ കണ്ട കേട്ടോ. വിഷം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാൻ മെല്ലെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പക്ഷെ നമ്മുടെ സൗണ്ട് കാരണം അതങ്ങ് പേടിച്ചോടിപ്പോയി.
ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരുപാട് ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം കളയുന്നില്ല. കുറച്ച് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം നല്ല കാഴ്ചയായിരുന്നു പോകുന്ന വഴിക്കൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അത്യാവശ്യം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കക്കയത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് കാണാമല്ലോ. നല്ല യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് നമ്മുടെ ആ ഒരു വാട്ടർഫോൾ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചേച്ചിമാർ പറഞ്ഞു തന്ന ഒരു ഡെസ്റ്റിനേഷനിലായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് എന്താ ആ ഒരു ടൈമിന് വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ മാത്രമേ ഇരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്വാതന്ത്ര്യത്തിൽ അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റി, ഫുഡ് കഴിക്കാൻ പറ്റി. പിന്നെ കുരങ്ങന്മാരുണ്ടായിരുന്നു നിറയെ. നമ്മൾ പോയ സമയത്ത് ഒരൊറ്റ കുരങ്ങനും ഇല്ലായിരുന്നു അവിടെ. പക്ഷേ ഫുഡ് എടുത്ത് പുറത്ത് വെച്ചതും ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നൊക്കെ കയറി വരാൻ തുടങ്ങി. പിന്നെ അവരായിട്ടുള്ള സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെയാണ് കഴിച്ചത്. ആസ്വദിച്ച് കഴിച്ചോന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് പേര് കാറിൽ കയറിയിരുന്ന് കഴിച്ചു. പക്ഷേ ചേട്ടന്മാരാണെങ്കിൽ പുറത്ത് ഇരുന്ന് കഴിക്കുമായിരുന്നു. അപ്പം അവരുടെ നിന്ന് നമുക്ക് ഫുഡ് കുരങ്ങനെ കൊടുത്തു. പിന്നെ അവർക്ക് നമ്മളല്ലേ ഫുഡ് കൊടുക്കാനുള്ളൂ. നമ്മളെപ്പോലുള്ള ആൾക്കാർ വരുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കൊടുക്കുന്നത്. അപ്പം അവരും കഴിച്ചു, നമ്മളും കഴിച്ചു. നല്ല വാട്ടർഫോൾ ആയിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിങ്ങനെ നമ്മളുടെ ദേഹത്തേക്ക് സ്പ്രേ ചെയ്യും. ഒരു ഇത്തിരി ദൂരം വരെ, എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റ് വരെ നന്നായിട്ട് വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ്. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കാനും യൂസ് ചെയ്യാം. അത്രയും നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ വരുന്നത്. നല്ല തണുത്ത വെള്ളമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ലായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ കുറേ നേരം അവിടെ തന്നെ ഇരുന്നിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ലക്ഷ്യമിട്ട് വന്നത് കക്കയം ഡാം ആ ഒരു ഡെസ്റ്റിനേഷൻ ആണല്ലോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പതുക്കെയാണ് ഇവിടെ നീങ്ങിയത്. പിന്നെ റോഡൊക്കെ അത്യാവശ്യം മോശമായിരിക്കുന്നൊരു റോഡായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാർ മാത്രം ഈ റൂട്ടിന് വണ്ടിയൊക്കെ എടുത്ത് വന്നാൽ മതി. കാരണം നമുക്ക് സൈഡിൽ പ്രൊട്ടക്ഷൻ വോളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തിരി കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തിരി പേഷ്യൻസോടെ വണ്ടി ഓടിക്കാൻ അറിയുന്ന ആൾക്കാർ ഈ വഴി വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നമ്മുടെ കസിൻസ് ആണെങ്കിൽ നമ്മളെ സേഫായിട്ട് കൊണ്ടുപോയി വരണം എന്നുള്ളൊരു ഉത്തരവാദിത്തം അവർക്കുള്ളതുകൊണ്ട് അവർ അത്രയും നോക്കിയാണ് നമ്മളെ കൊണ്ടുപോയത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കക്കയം ഡാമൊക്കെ കാണാൻ വേണ്ടി വരാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മഴയുള്ളൊരു സീസൺ നോക്കി വരിക കേട്ടോ. ഒരു കട്ട വെയിൽ ഉള്ള ഒരു ചൂടുള്ള സമയം നോക്കി വരികയാണെങ്കിൽ പല കാഴ്ചകളും നമുക്ക് നഷ്ടപ്പെടും. കാലാവസ്ഥയും പിന്നെ ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളും അതൊക്കെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഇതൊരു ലൈറ്റായിട്ടുള്ള മഴയുള്ളൊരു സമയം ആയതുകൊണ്ട് നമുക്ക് ഇത്രയെങ്കിലും കാണാൻ പറ്റിയത്. ഒരിക്കലും ഹെവി റെയിൻ ഉള്ളപ്പോൾ വരരുത്. കാരണം ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഉരുൾപൊട്ടലും അതുപോലുള്ള ഡിസാസ്റ്ററൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പം വളരെ ശക്തമായ മഴയുള്ള സമയത്തൊന്നും ആരും വരരുത്. അത് ഒരു റിസ്ക് ഉള്ളൊരു സമയമാണ്. ഈ മണ്ണിടിച്ചിലും ഇങ്ങനെ റോഡൊക്കെ പൊളിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അപ്പം ചെറിയൊരു മഴയുള്ളൊരു കാലാവസ്ഥ നോക്കി വരിക. ആ ഒരു ടൈം വരികയാണെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ, കാലാവസ്ഥ ഭയങ്കര രസമായിരിക്കും. നല്ലൊരു തണുപ്പും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടൈം ആ ഒരു ടൈമായിരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഈ റോഡൊക്കെ കണ്ടില്ലേ, ഇപ്പോഴേ ഇങ്ങനെ മോശമായിട്ടിരിക്കുകയാണ്. അപ്പം ഒരാൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഗൈഡൻസ് തന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. ഇടുപിടിയെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തങ്ങ് വരാൻ പറ്റില്ല. വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും. അപ്പം വളരെ പേഷ്യൻസോടെ നമ്മൾ ഡ്രൈവ് ചെയ്യണം. അത്യാവശ്യം എന്താ ഞാൻ പറഞ്ഞത്, അത്യാവശ്യം ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ റൂട്ടിന് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. സൈഡിലാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ വളമൊന്നും ഇല്ല. ചില സ്ഥലങ്ങളിലുണ്ട്, എല്ലായിടത്തും അല്ല. പക്ഷേ കുറേ സ്ഥലങ്ങളിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവർ മാത്രമേ വരാൻ പാടുള്ളൂ.
അങ്ങനെ നമ്മൾ കക്കയം ഡാമിൻ്റെ എൻട്രൻസ് എത്തി. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഈ ഒരു പട്ടീനെ കണ്ടോ, പുള്ളിക്കാരൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നമ്മളെ പുറകെ തന്നെ വന്ന് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തൊട്ടൊക്കെ നോക്കി. നല്ല വൃത്തിയുള്ള പട്ടിയായിരുന്നു. പ്രത്യക്ഷത്തിൽ നല്ല വൃത്തിയുണ്ട്. കുളിയൊക്കെ ഉണ്ടോയെന്നൊക്കെ ആർക്കറിയാം. പിന്നെ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷം വണ്ടി പാർക്കിങ്ങിലോട്ട് കൊണ്ടുപോവാണ്. അതിനുശേഷം നമുക്ക് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നമ്മൾ കുറേ നടന്ന് എല്ലാം കണ്ടു. അപ്പം ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം. അങ്ങനെ ഇതാണ് നമ്മുടെ ഡാം ഇപ്പം കണ്ടത്. ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയ അതിമനോഹരമായ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. ശരിക്കും എന്താ പറയണ്ടേ, ഈ ഒരു യാത്ര ഏറ്റവും മനോഹരമാവുന്നത് ഈ ഒരു പോയിന്റിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ്. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷനോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ഒറ്റയടിക്ക് മാറുമെന്ന് പറയുന്നൊരു അവസ്ഥയായിരിക്കും. കാരണം അത്രയും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് നമുക്ക് പറയാം. അത്രയും മനോഹരമായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. ശരിക്കും ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ അവിടെ എത്തിയത് കൊണ്ടായിരിക്കും അതിന് അത്രയ്ക്കൊരു എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടി കാരണം. അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ അരുവിയൊക്കെ ഒഴുകി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ല തണുത്ത വെള്ളം, നല്ല തണുത്ത ക്ലൈമറ്റ്, നല്ല തണുത്ത വെള്ളം, എന്തുകൊണ്ടും നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു പ്ലേസ് തന്നെയാണ്. പിന്നെ നേരെ മുന്നിൽ തൂക്കുപാലം കണ്ടു. അതാകെ പൊളിഞ്ഞിരിക്കുകയാണ്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പിന്നെ നടക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണമായിരുന്നു. നല്ല തെന്നലായിരുന്നു. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് വേണം പോവാൻ. ചെരുപ്പൊക്കെ ഊരി കയ്യിൽ പിടിച്ച് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്.
ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴോട്ട് വളരെ ശക്തമായ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അവിടെ നിന്നാണെങ്കിൽ കാറ്റ് ഇങ്ങോട്ട് നമ്മുടെ ഒരു ഡയറക്ഷനിലോട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു കാറ്റിൽ ഈ ഒരു വെള്ളം നമ്മുടെ ദേഹത്തേക്ക് സ്പ്രേ ചെയ്ത് വരും. അപ്പം അത് വളരെ എന്താ പറയണ്ടേ, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. നമുക്കത് അനുഭവിച്ചറിഞ്ഞാലേ അത് പറയാൻ പറ്റുള്ളൂ. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ച് പോവുകയാണ്. തിരിച്ച് നമ്മൾ കരിയാത്തമ്പാറയിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെ നേരെ കരിയാത്തമ്പാറ പോയി. കരിയാത്തമ്പാറ നമുക്ക് ടൈം ലിമിറ്റ് ഒന്നുമില്ല, എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇവിടുന്ന് ഒത്തിരി പേര് ഈ റോഡ് സൈഡിൽ നിന്നുള്ള ഈ പൂക്കളൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിർത്തി അവർ പൂക്കൾ, കാരണം നമുക്ക് സൈഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല, ആകെ ഒരു വണ്ടിക്ക് അറ്റ് എ ടൈം പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളും അവർക്ക് വേണ്ടി സഹകരിക്കുന്നു. അവർ പൂവൊക്കെ പറിച്ച് നമ്മൾ മെല്ലെ നീങ്ങി കരിയാത്തമ്പാറ എത്തി. അപ്പോൾ ഇതാണ് കരിയാത്തമ്പാറ. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഒരുപാട് പേര് ഇങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ അടുത്ത്. പിന്നെ ഇവിടെ ഒരു ടിക്കറ്റ്, നമുക്ക് എൻട്രൻസിന് ടിക്കറ്റ് വെച്ചതിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ എൻട്രൻസിൽ കൂടെ കയറാൻ പറ്റില്ല. അവിടെ ആ ഒരു പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ക്ലോസ് ആക്കിയിട്ടതാണ്. അപ്പം ഈ സൈഡിൽ കൂടെ ഈ ഒരു എന്താ അതിന് പറയുക, ഒരു ബ്രിഡ്ജ്, അതിൻ്റെ താഴെ കൂടെ നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. അപ്പം അവിടെ വെള്ളമാണ്. അപ്പം നമ്മൾ ഷൂസും ചെരുപ്പൊക്കെ അഴിച്ച് കൈ പിടിച്ചിട്ട് വേണം പോകാൻ. ഈ ഒരു റിവർ ക്രോസ് ചെയ്യുന്നത് വളരെ ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം കാണുന്ന പോലെയല്ല, ശരിക്കും നല്ല അടിയൊഴുക്കും നല്ല വഴുക്കലുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. കാണുമ്പം ഒരിത്തിരി വെള്ളവും നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ശരിക്കും പറയണ ഒത്തിരി മരണം നടക്കുന്ന ഒരു സ്ഥലമാണത്. നമ്മൾ പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ പോയി ഇങ്ങനെ ക്രോസ് ചെയ്യാനൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ കാല് തെറ്റി വീഴും. ഫുള്ള് കല്ലാണ്. അതിന് മുകളിൽ തലയിടിച്ച് നമ്മൾ തന്നെ ഇല്ലാണ്ടാവും. ഇവർ ക്രോസ് ചെയ്യുന്നവരെ നോക്കിയിരുന്നു. പിന്നെ ഞാൻ രാത്രി ക്രോസ് ചെയ്യാൻ അപ്പോൾ ഉള്ളൊരു സീനാണ് ഞാൻ
ഞാനത് ഇത്തിരി റിസ്ക് എടുത്താണ് ഈ ഒരു വീഡിയോ എനിക്കൊരു വ്ളോഗാക്കി മാറ്റണം എന്നുള്ളതുകൊണ്ട് എല്ലാ കാഴ്ചയും നിങ്ങളെ കാണിക്കണമല്ലോ. പിന്നെ നമ്മൾ ആ ഒരു റിവർ ക്രോസ് ചെയ്തങ്ങ് ടൈം പോയി. പിന്നെ നമ്മൾ തിരിച്ച് വരേണ്ടി വന്നു. അങ്ങനെ നമ്മളെല്ലാം കൂടെ തിരിച്ച് ക്രോസ് ചെയ്ത് വീട്ടിലേക്ക് തിരിക്കുമായിരുന്നു. ഏകദേശം നല്ല ഇരുടായിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ എത്തുമ്പം ഇത്ര ഇരുടില്ലായിരുന്നു, പെട്ടെന്നായിരുന്നു ഇരുടായത്. അങ്ങനെ നമ്മൾ ഈ ഒരു യാത്രയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പം ഈ ഒരു വ്ളോഗ് എന്തായാലും കുറച്ച് ലെങ്തി വ്ളോഗ് ആയിരിക്കും, കാരണം എല്ലാ കാഴ്ചകളും ഞാൻ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വ്ളോഗ് ഉണ്ടാക്കുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.